വിശദമായ വാർത്തകളിൽ ആദ്യം തെരഞ്ഞെടുപ്പ് വാർത്തകൾ. സംസ്ഥാനത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള വോട്ടെടുപ്പ് തുടരുന്നു. ഇതുവരെ മികച്ച പോളിംഗ് ആണ് രേഖപ്പെടുത്തിയത്. രാവിലെ മുതൽ പോളിംഗ് ബൂത്തുകളിൽ വോട്ടർമാരുടെ നിരയാണ്. അതേസമയം സംസ്ഥാനത്ത് പലയിടത്തും വോട്ടിംഗ് യന്ത്രം തകരാറിലായി. വിവിധയിടങ്ങളിൽ കള്ളവോട്ട് ആരോപണവും ഉയർന്നു. തെരഞ്ഞെടുപ്പിന്റെ വിശകലനവും പൂർണ്ണ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും ഡി ബിനോയ് ചേരുന്നുണ്ട്. ബിനോയ്, ഏകദേശം പകുതി സമയം പിന്നിട്ടിരിക്കുന്നു പോളിംഗ് രേഖപ്പെടുത്തി തുടങ്ങിയിട്ട്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? സംസ്ഥാനം ഒട്ടാകെ എങ്ങനെയാണ് പോളിംഗ് നോക്കിക്കാണുന്നത്? 12 മണിയോടുകൂടി തന്നെ പോളിംഗ് ശതമാനം ഏകദേശം 33-ലേക്ക് എത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് നേരിയ കൂടുതൽ അല്ലെങ്കിൽ നേരിയ വർധന ഇപ്രാവശ്യത്തെ പോളിംഗ് ശതമാനത്തിൽ ഉണ്ടായിരിക്കുന്നു. ഏകദേശം 33%. അത് ഏറ്റവും കൂടുതൽ പോളിംഗ് നടന്നിരിക്കുന്നത് ആറ്റിങ്ങലിലാണ്. വടക്കൻ ജില്ലകളിലും കാര്യമായ രീതിയിൽ വോട്ടിംഗ് നടക്കുന്നുണ്ട് എന്നുള്ളതും മറ്റൊരു പ്രത്യേകതയാണ്. സാധാരണഗതിയിൽ നിന്ന് വ്യത്യസ്തമായി ഇന്ന് വെള്ളിയാഴ്ചയാണ്. വോട്ടിംഗ് ശതമാനം കുറയാൻ സാധ്യതയുണ്ട് എന്നൊക്കെ തരത്തിലേക്ക് കാര്യങ്ങൾ പറഞ്ഞിരുന്നുവെങ്കിലും ചൂട് ഇതിനെയൊക്കെ കുറിച്ച് പറഞ്ഞിരുന്നുവെങ്കിലും എന്നാൽ അതൊന്നും കാര്യമാക്കുന്നില്ല. കാര്യമായ രീതിയിൽ ആളുകൾ പോളിംഗ് സ്റ്റേഷനിലേക്ക് എത്തുന്നു, വോട്ടിംഗ് നടക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവുകൾ തന്നെയാണ് ഈ 5 മണിക്കൂർ സമയത്തിനുള്ളിൽ തന്നെ പോളിംഗ് ശതമാനം 33 ഉയർന്നത് സൂചിപ്പിക്കുന്നത്. അതിൽ ആറ്റിങ്ങലിലാണ് കാര്യമായ പോളിംഗ് ശതമാനം വർധനയുണ്ടായിരിക്കുന്നത്. ഏകദേശം 35% വരെ വർദ്ധിച്ചിട്ടുണ്ട്. വരും മണിക്കൂറുകളിലും ഇത്തരത്തിൽ പോളിംഗ് ശതമാനത്തിൽ ഈ മേഖലകളിൽ കാര്യമായ വർധന ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കേരളത്തിൻ്റെ വടക്കൻ ജില്ലകളിലും പ്രത്യേകിച്ച് കണ്ണൂർ, കാസർഗോഡ്, കോഴിക്കോട് ജില്ലകളിലും പോളിംഗ് ശതമാനത്തിൽ കാര്യമായ വർധന ഉണ്ട്. മാത്രവുമല്ല ഈ പോളിംഗിനിടയിൽ വലിയ തരത്തിലുള്ള പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് പോളിംഗ് മെഷീനുകൾ കേടായതൊഴിച്ചാൽ മറ്റു തരത്തിലുള്ള പ്രശ്നങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. ചെറിയ തരത്തിലുള്ള, അതായത് 1-2 സ്ഥലങ്ങളിലൊക്കെ നേരത്തെ ആളുകൾ വോട്ട് ചെയ്തു പോയി എന്നുള്ള പരാതിയും ഇതേ തുടർന്ന് ആ പരാതി പരിഹരിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ചില പ്രശ്നങ്ങളാണ്. ആ പ്രശ്നങ്ങളൊക്കെ കാര്യമായി എടുക്കാതെ തന്നെ അത് പരിഹരിക്കപ്പെടുകയും ചെയ്തു. അത്തരത്തിൽ പോളിംഗ് സമാധാനപരമായി കേരളത്തിൽ മുന്നേറുന്നു എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും. അത് എല്ലാ മുന്നണികൾക്കും ആശ്വാസം വരുന്ന തരത്തിലേക്കാണ് വോട്ടിംഗ് ശതമാനത്തിൻ്റെ വർധനയും. കഴിഞ്ഞ വർഷം ഏകദേശം 29%, അത് 29.57 ആയിരുന്നു 12 മണിവരെയുള്ള വോട്ടിംഗ് ശതമാനമെങ്കിൽ അതിൽ കാര്യമായ വർധന ഉണ്ടായിരിക്കുന്നു എന്നുള്ളത് മുന്നണികൾക്ക് ആശ്വാസകരമായ കാര്യമാണ്. കാരണം തെരഞ്ഞെടുപ്പ് നടക്കാൻ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ആവശ്യം പോലെ സമയം കിട്ടിയിരുന്നു. ആ സമയം എടുത്തു നടത്തിയ പ്രചാരണ പരിപാടികൾ ഫലം കാണുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് ഈ തരത്തിൽ ഉണ്ടായിരിക്കുന്ന വോട്ടിംഗ് ശതമാനത്തിലെ വർധന. ഇനി ഉച്ചയ്ക്ക് ശേഷം കാലാവസ്ഥ അനുകൂലമാണെങ്കിൽ നേരത്തെ രാഷ്ട്രീയ നേതാക്കന്മാർ പറഞ്ഞതുപോലെ തന്നെ കേരളത്തിലെ വോട്ടിംഗ് ശതമാനം 75-നും 80-നും ഇടയ്ക്ക് വരെ എത്തിച്ചേരാനുള്ള സാധ്യതയുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം തിരുവനന്തപുരത്തായിരുന്നു ഏറ്റവും കൂടുതൽ വോട്ടിംഗ് ശതമാനം കുറവ്. ഇപ്പോൾ രാവിലെ അത്തരത്തിലൊരു മാറ്റം കണ്ടിരുന്നെങ്കിലും പിന്നീട് കാര്യമായ രീതിയിൽ വോട്ടർമാർ പോളിംഗ് ബൂത്തുകളിലേക്ക് തിരുവനന്തപുരം ജില്ലയിൽ 2 മണ്ഡലങ്ങളാണുള്ളത്, തിരുവനന്തപുരവും ആറ്റിങ്ങലും. ഈ 2 മണ്ഡലങ്ങളിലും കാര്യമായ രീതിയിൽ വോട്ടർമാരെത്തി വോട്ട് ചെയ്യുന്നതും കാണാൻ കഴിഞ്ഞിരിക്കുന്നു. കൊല്ലം, പത്തനംതിട്ട ജില്ലകളിലും അത്തരത്തിൽ തന്നെ നമുക്ക് പറയാൻ കഴിയുന്നു. തീരദേശ മേഖലയെ സംബന്ധിച്ചിടത്തോളം തീരദേശ മേഖലയിലും കാര്യമായ രീതിയിൽ തന്നെയാണ് തെരഞ്ഞെടുപ്പ് പുരോഗമിക്കുന്നത്. വോട്ടിംഗ് ശതമാനത്തിലും കാര്യമായ വർധനയുണ്ട്. സ്ഥാനാർത്ഥികളിൽ നല്ലൊരു ശതമാനവും വോട്ട് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. കാരണം കേരളത്തിന് പുറത്ത് വോട്ടുള്ളത് ഒരു സ്ഥാനാർത്ഥി മാത്രമായിരുന്നു. അത് തിരുവനന്തപുരത്തെ NDA സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖറാണ്. അദ്ദേഹം വോട്ട് ചെയ്യുന്നതിന് വേണ്ടി പോയിട്ടില്ല. അതേസമയം മറ്റു തോമസ് ഐസക്, അനിൽ ആന്റണി തുടങ്ങിയ പത്തനംതിട്ടയിലെ സ്ഥാനാർത്ഥികൾ തിരുവനന്തപുരത്ത് എത്തി വോട്ട് ചെയ്തു. അതുപോലെ തന്നെ ആറ്റിങ്ങലിൽ ഉണ്ടായിരുന്ന UDF സ്ഥാനാർത്ഥി അടൂർ പ്രകാശ്, അടൂരായിരുന്നു വോട്ട്. അദ്ദേഹവും സമ്മതിദാനാവകാശം അടൂരിലെത്തി വിനിയോഗിച്ചു. ബാക്കിയുള്ള സ്ഥാനാർത്ഥികളെല്ലാം തന്നെ വോട്ട് രാവിലെ തന്നെ അവരുടെ വോട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു. ഇനി ഇപ്പോൾ വരാൻ പോകുന്നത് സ്ത്രീ വോട്ടർമാരാണ് കൂടുതലായി വരാനുള്ള സാധ്യത. അത്തരത്തിൽ അവർ കൂടി എത്തുമ്പോഴേക്കും വോട്ടിംഗ് ശതമാനം വർദ്ധിക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല. ബിനോയ്, ഉച്ചവരെ മികച്ച പോളിംഗ് ആണ് രേഖപ്പെടുത്തിയത്. ഉച്ചയ്ക്ക് ശേഷം ചൂട് വർദ്ധിക്കാനുള്ള അന്തരീക്ഷം ചൂട് പിടിക്കുകയാണ്. ഒപ്പം ചൂട് വർദ്ധിക്കുന്നതോടുകൂടി പോളിംഗ് താഴ്ത്തേക്ക് അല്ലെങ്കിൽ ഒരു മന്ദഗതിയിലാവാനുള്ള സാധ്യതകൾ എത്രമാത്രമാണ്? കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ അവസാനത്തെ അറിയിപ്പ് വന്നിട്ടുണ്ട്. ഇടുക്കിയിലും ഒപ്പം തന്നെ ആലപ്പുഴ ജില്ലയിലും നേരിയ തോതിൽ ഉച്ചയ്ക്ക് ശേഷം മഴ പറയുന്നുണ്ട്. അതുകൂടാതെ തന്നെ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ജില്ലകളിലും മഴയുടെ ചെറിയ പ്രവചനമുണ്ട്. അത് ഉച്ചയ്ക്ക് ശേഷമാണ്. അതേസമയം 12 ജില്ലകളിൽ ഇന്ന് ഊഷ്മാവ് കൂടി നിൽക്കും എന്നുള്ള ഒരു അറിയിപ്പാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകിയിട്ടുള്ളത്. കാലാവസ്ഥയിൽ കാര്യമായ മാറ്റം, അതായത് മഴയില്ല എങ്കിൽ ഉഷ്ണമാണെങ്കിൽ പോലും ആളുകൾ എത്താൻ സാധ്യതയുണ്ട്. കാലാവസ്ഥ
പ്രശ്നങ്ങൾ ബാധിക്കില്ല എന്നുള്ളതിൻ്റെ തെളിവാണ് ഇപ്പോൾ തന്നെ ഈ 5 മണിക്കൂറിനുള്ളിൽ തന്നെ വോട്ടിംഗ് ശതമാനം 33 ഉയർന്നത് സൂചിപ്പിക്കുന്നത്. മാത്രമല്ല കേരളത്തിൽ നടത്തിയ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ നടത്തിയ പ്രചരണ പരിപാടികൾ ഫലം കാണുന്നതിൻ്റെ ഒരു സൂചനയുമാണ്. കാരണം ഈ തെരഞ്ഞെടുപ്പിൻ്റെ ചരിത്രത്തിൽ ഇതുവരെ ഇത്രയധികം ദേശീയ നേതാക്കൾ കേരളത്തിൽ വന്നു പോയ ഒരു പ്രചരണ പരിപാടി കാണാൻ കഴിഞ്ഞിട്ടില്ല. പ്രധാനമന്ത്രി തന്നെ 6 പ്രാവശ്യമാണ് ഈ ഇലക്ഷൻ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ എത്തിയത്. ഒപ്പം അതുകൂടാതെ തന്നെ അമിത്ഷാ, അതുപോലെ രാജ്നാഥ് സിംഗ് തുടങ്ങിയ ദേശീയ നേതാക്കൾ, അതുപോലെ BJPയുടെ ദേശീയ അധ്യക്ഷൻ നദ്ദ, AICC ദേശീയ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ തുടങ്ങിയവരും CPMൻ്റെ നേതാക്കളായ സീതാറാം യെച്ചൂരി, പ്രകാശ് കാരാട്ട്, ബൃന്ദ കാരാട്ട് തുടങ്ങിയ ദേശീയ നേതാക്കളെല്ലാം തന്നെ കേരളത്തിൽ ഇലക്ഷൻ പ്രചരണവുമായി ബന്ധപ്പെട്ട് എത്തിയിരുന്നു. അവർ പ്രചരണ പരിപാടികളിൽ പങ്കെടുത്തിരുന്നു, സജീവമായിരുന്നു. മാത്രമല്ല ഏറ്റവും ആളുകൾ ഉറ്റുനോക്കുന്ന തെരഞ്ഞെടുപ്പാണ് കേരളത്തിലെ പല പാർലമെൻറ്റ് മണ്ഡലങ്ങളിൽ നടക്കുന്നത്. പ്രത്യേകിച്ചും വയനാട്ടിൽ AICC രാഹുൽ ഗാന്ധി നേരിട്ട് മത്സരരംഗത്തേക്ക് എത്തുന്നു എന്നുള്ളൊരു പ്രത്യേകത കൂടിയുണ്ട്. ഒപ്പം തിരുവനന്തപുരം, ആറ്റിങ്ങൽ മണ്ഡലങ്ങളിൽ 2 കേന്ദ്രമന്ത്രിമാർ മത്സരിക്കുന്നു. അത്തരത്തിൽ കേരളത്തിൽ ത്രികോണ മത്സരത്തിൻ്റെ പ്രതീതി ജനിപ്പിക്കുന്ന 7ഓളം പാർലമെൻറ്റ് മണ്ഡലങ്ങളുണ്ട് എന്ന് നമുക്ക് പറയാൻ കഴിയും. അങ്ങനെ എല്ലാ അർത്ഥത്തിലും തിരുവനന്തപുരത്തും ആറ്റിങ്ങലിലും ഈ 7 മണ്ഡലങ്ങളിലും എല്ലാം തന്നെ ശക്തമായ വാശിയേറിയ മത്സരം നടക്കുന്നു എന്നതിൻ്റെ സൂചനയാണ് ഈ ചുരുങ്ങിയ സമയത്തിൽ ഈ 5 മണിക്കൂറിനുള്ളിൽ തന്നെ ഇത്രയധികം വോട്ടിംഗ് ശതമാനത്തിൻ്റെ വർധന സൂചിപ്പിക്കുന്നത്. ബിനോയ് സൂചിപ്പിച്ചതുപോലെ തന്നെ ചില ഒറ്റപ്പെട്ട ഇടങ്ങളിൽ കള്ളവോട്ട് ആരോപണമുണ്ട്, അനധികൃത വോട്ട് തർക്കമുണ്ട്. അത്തരത്തിലൊക്കെ ഉണ്ടെങ്കിലും ഈ ഒരു വോട്ട് രേഖപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ LDFൻ്റെ മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത് ചരിത്ര വിജയം കേരളം സമ്മാനിക്കുമെന്നാണ്. 20ൽ 20 നേടുമെന്നാണ് UDF പറഞ്ഞിരിക്കുന്നത്. മോദിയുടെ ഗ്യാരണ്ടിക്ക് പൂർണ്ണ പിന്തുണ ലഭിക്കുമെന്നാണ് K. സുരേന്ദ്രൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എല്ലാ മുന്നണികളും ഒന്നിനൊന്ന് ആത്മവിശ്വാസത്തിൽ തന്നെയാണ്. തീർച്ചയായും അവർക്കെല്ലാം ഇത് നേടാൻ സാധിക്കുമെന്നുള്ള വിശ്വാസത്തിൽ തന്നെയാണ് ഓരോ മുന്നണികളും. എന്നാൽ ജനങ്ങളുടെ ഒരു പൾസ് അറിയാൻ സാധിക്കുന്നുണ്ടോ? ഇത് നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ആദ്യമായാണ് ഇത്തരത്തിൽ വാശിയേറിയ ഒരു തിരഞ്ഞെടുപ്പ് രംഗമായി കേരളം മാറുന്നത്. പ്രത്യേകിച്ചും സാധാരണ രാഷ്ട്രീയ വിഷയങ്ങൾ ഊന്നിയുള്ള പ്രചരണ പരിപാടികളിൽ നിന്നും മാറി വ്യക്തിപരമായ ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും ഏറ്റവും കൂടുതൽ ഉയർന്നു വരികയും അത് 2 ദിവസത്തിൽ തന്നെ കെട്ടടങ്ങുകയും ചെയ്യുന്ന തരത്തിലുള്ള രീതിയായിരുന്നു നമ്മൾ കണ്ടത്. കാര്യമായ രാഷ്ട്രീയ തരത്തിലുള്ള അല്ലെങ്കിൽ രാഷ്ട്രീയപരമായ ഒരു മത്സരം അല്ലെങ്കിൽ രാഷ്ട്രീയപരമായ വിഷയങ്ങളൊന്നും തന്നെ കാര്യമായി ചർച്ചയ്ക്ക് വന്നില്ല എന്നൊരു പ്രത്യേകതയാണ്. എങ്കിൽ പോലും നമ്മൾ മനസ്സിലാക്കേണ്ടത് സജീവമായി വർത്തമാനകാല രാഷ്ട്രീയം അല്ലെങ്കിൽ വർത്തമാനകാല പ്രശ്നങ്ങൾ നന്നായി ചർച്ച ചെയ്തു പോയി. അതിൻ്റെ ഒരു ഫലം 3 മുന്നണികളും പ്രതീക്ഷിക്കുന്നുണ്ട്. കേരളത്തിലെ ഭരണരംഗത്തുണ്ടായ നേട്ടങ്ങളും അവ ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങളും എല്ലാം പാലിക്കാൻ സംസ്ഥാന സർക്കാരിന് കഴിഞ്ഞു എന്നാണ് CPMൻ്റെ താരപ്രചാരകനായ മുഖ്യമന്ത്രി തന്നെ എല്ലാ പാർലമെൻറ്റ് മണ്ഡലങ്ങളിലും എത്തി പ്രസംഗിച്ചത്. ഒപ്പം അദ്ദേഹത്തിന് കൃത്യമായി ന്യൂനപക്ഷ വോട്ടുകൾ CPM അല്ലെങ്കിൽ LDFിലേക്ക് അടുപ്പിക്കുന്നതിന് വേണ്ടി കൃത്യമായ ഒരു അജണ്ട എന്ന രീതിയിൽ തന്നെയാണ് പൗരത്വ നിയമ ഭേദഗതി ബില്ലുമായി ഉണ്ടായ വിഷയങ്ങളെക്കുറിച്ചുള്ള ചർച്ചകളും അതിൽ കോൺഗ്രസ് എടുത്ത സമീപനവും എല്ലാം പറഞ്ഞു വയ്ക്കാൻ കഴിഞ്ഞത്. അതേസമയം കോൺഗ്രസ് ആകട്ടെ ഭരണരംഗത്തുണ്ടാകുന്ന കെടുകാര്യസ്ഥത, ധനരംഗത്തുണ്ടാകുന്ന പ്രശ്നങ്ങൾ, സാമ്പത്തിക പ്രശ്നങ്ങൾ, ഭരണരംഗത്തെ വീഴ്ചകൾ ഇവയെല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ടും ദേശീയ തരത്തിൽ മോദി സർക്കാരിനെതിരെയും വലിയ തരത്തിൽ ആരോപണങ്ങൾ ഉന്നയിക്കുവാൻ UDFനും കഴിഞ്ഞു. BJPക്കാകട്ടെ കൃത്യമായി മോദി എന്ന ഒരാളിൽ സാധാരണഗതിയിൽ BJP ഇത്തരത്തിലൊരു തന്ത്രം പയറ്റാറില്ല. BJP കൃത്യമായും RSSും പറയുന്നതനുസരിച്ച് ഒരു വ്യക്തിയിൽ ഒതുങ്ങാതെ തന്നെ പാർട്ടി മുഴുവനുമായി മത്സരിക്കുന്ന അല്ലെങ്കിൽ പാർട്ടി നേതൃത്വം നൽകുന്ന ഒരു മത്സരമാണ് കാണുന്നതെങ്കിൽ ഇത്തവണ BJPക്ക് നേതൃത്വ നിരയിലേക്ക് മോദിയിൽ ഊന്നി നിന്നുകൊണ്ടുള്ള ഒരു പ്രചരണ പരിപാടിയാണ് BJP നയിച്ചത്. അത് എല്ലാ അർത്ഥത്തിലും 3 മുന്നണികളും അവർ നടത്തിയ പ്രചരണ പരിപാടികൾ ഫലം കണ്ടു എന്ന വിശ്വാസമാണുള്ളത്. അതുകൊണ്ട് തന്നെ ഇവരെല്ലാം വിജയം പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. ശരി ബിനോയ്. എറണാകുളം, ആലപ്പുഴ മണ്ഡലങ്ങളിലെ സമഗ്ര വിവരങ്ങളുമായി അശ്വതി ചേരുന്നുണ്ട്. അശ്വതി, എങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് പുരോഗമിക്കുന്നത്? എത്ര ശതമാനം പോളിംഗ് ഇപ്പോൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്? എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? വിദ്യ, ഇപ്പോൾ മണ്ഡലം തിരിച്ചുള്ള പോളിംഗ് ശതമാനം പറയുകയാണെങ്കിൽ ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിൽ ഏകദേശം 36% പോളിംഗ് ആണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. മാവേലിക്കരയിലും സമാനമായ രീതിയിൽ 35% പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ എറണാകുളത്തും അതുപോലെ ചാലക്കുടിയിലും സമാനമായ രീതിയിലാണ്, ഏകദേശം അതേ കണക്കുകളോട് അടുത്തു നിൽക്കുന്ന രീതിയിലാണ് ഇപ്പോൾ പോളിംഗ് ശതമാനം രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇത്
ക്ഷമിക്കണം, എറണാകുളത്ത് ഏകദേശം 33%, അതുപോലെ തന്നെ ചാലക്കുടിയിലും ഏകദേശം 30-ന് മുകളിൽ, അത് 33%-ന് മുകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും ഇത് 12 മണി വരെയുള്ള ഒരു കണക്കായിരുന്നു. അതിനുശേഷം അതായത് നമുക്ക് കണക്ക് കൂട്ടുകയാണെങ്കിൽ ഏകദേശം 35%-ന് മുകളിൽ പോളിംഗ് ആണ് ഈ മണ്ഡലങ്ങളിലെല്ലാം തന്നെ രേഖപ്പെടുത്തിയതായിട്ട് നമുക്ക് ഈ ഘട്ടത്തിൽ കണക്കാക്കാനായിട്ട് സാധിക്കുക. വലിയ രീതിയിലുള്ള പോളിംഗ് രാവിലെ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ പല ബൂത്തുകളിലും വളരെ കുറവാണ്. നാമമാത്രമായ ആളുകൾ മാത്രമാണ് ഈ ഉച്ച സമയത്ത് പോളിംഗിന് വേണ്ടി വോട്ട് ഇടുന്നതിന് വേണ്ടിയിട്ട് വോട്ട് ചെയ്യുന്നതിന് വേണ്ടി എത്തിയിരിക്കുന്നത്. പല പ്രമുഖരായിട്ടുള്ള പലരും ഇപ്പോഴും ബൂത്തുകളിലേക്ക് എത്തി വോട്ട് രേഖപ്പെടുത്തുകയാണ്. ഇന്നത്തെ വോട്ടിന്റെ ഒരു വിലയിരുത്തൽ നോക്കുകയാണെങ്കിൽ, ഉച്ചവരെയുള്ള ഒരു പോളിംഗ് നോക്കുകയാണെങ്കിൽ, രാവിലെ തുടങ്ങിയ ആദ്യ 2-3 മണിക്കൂറുകളിൽ വലിയ രീതിയിലുള്ള പരാതികൾ പലയിടങ്ങളിൽ നിന്നും ഉയർന്നിരുന്നു. പ്രത്യേകിച്ച് ഈ വോട്ടിംഗ് യന്ത്രത്തിന്റെ തകരാറുകളാണ് ആദ്യ മണിക്കൂറുകളിൽ ഉണ്ടായിരുന്നത്. അത് എറണാകുളത്ത് പലയിടത്തും, പ്രത്യേകിച്ച് ആലുവയിൽ വലിയ രീതിയിലുള്ള ഈ വോട്ടിംഗ് യന്ത്രത്തിന്റെ തകരാറുണ്ടായിരുന്നു. കീഴ്മാട് ഏകദേശം 3 മണിക്കൂറിലധികം നേരം ഇത്തരത്തിൽ വോട്ടിംഗ് യന്ത്രത്തിന്റെ തകരാറ് വലിയ പ്രശ്നമായിരുന്നു. ആളുകളുടെ പ്രതിഷേധം ഈ മണ്ഡലങ്ങളിൽ ഉണ്ടായിരുന്നു. സമാനമായ രീതിയിൽ ആലപ്പുഴയിലും ഇത്തരത്തിൽ വോട്ടിംഗ് യന്ത്രത്തിന്റെ തകരാറ് ഉണ്ടായിട്ടുണ്ട്. ആലപ്പുഴ പല്ലനയിലെ ബൂത്ത് നമ്പർ